സഖാവ് പിണറായി വിജയന് PM ശ്രീ ഇപ്പോൾ ഇറക്കാനും തുപ്പാനും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങി നിൽക്കുകയാണല്ലോ. ഈ വിഷയം ഉണ്ടായപ്പോൾ തൊട്ട് അഖിലേന്ത്യാ നേതാവായ റഹീമണ്ണന്റെ പ്രതികരണം എന്തുകൊണ്ട് വന്നില്ല എന്ന് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സംഭവം വന്നിട്ടുണ്ട്. ഇതൊരു അസാമാന്യ പ്രതിഭയാണ് വന്നിരിക്കുന്നത്. ഒപ്പിട്ടു. അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ്. തലയ്ക്ക് നെല്ലിക്ക വെച്ചിരിക്കുമ്പോഴാ ഓരോരുത്തന്റെ എഴുന്നള്ളത്ത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിനെ മറികടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ നമ്മൾ പറ്റിച്ചതാണ്, തന്ത്രപരമായിട്ട് നീങ്ങിയതാണ്. കുട്ടികൾക്ക് ഇവിടെ കുറെ കോടിക്കണക്കിന് രൂപ ഇതിന്റെ പേരിൽ കിട്ടുമല്ലോ. അപ്പൊ ആ ഫണ്ട് വാങ്ങിച്ചെടുത്ത് നമുക്കിവിടെ നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു, തന്ത്രപരമായിട്ട് നീങ്ങിയതാണ്. ഒരിക്കലും നരേന്ദ്രമോദിക്ക് അടിയറവ് പറഞ്ഞതല്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നാണ് ലുട്ടാപ്പി അണ്ണൻ വിശദീകരിക്കുന്നത്. ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ടായിരുന്നു. വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ആളുകളെ പട്ടിണിക്കിടാൻ കഴിയില്ല. ദുർബലരായ മനുഷ്യരാണ്. എന്തോന്നാ പറയുന്നത്? ലുട്ടാപ്പി അണ്ണ, രക്തം തിളപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളെ കരയിപ്പിക്കരുതേ. ഇവിടുത്തെ ആളുകളുടെ കഞ്ഞുകൂടി മുടങ്ങും. ഇവിടുത്തെ ആളുകൾക്ക് പല ജോലിക്കാർക്കും ശമ്പളം കിട്ടാതായി പോവും. ജനങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലല്ലേ. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ പണം ഉപയോഗിച്ച് അവരുടെ മുഴുവൻ കാര്യങ്ങളെയും ജീവനോപാധികളെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട്. ജനങ്ങളോട് എന്തൊരു ബാധ്യത. പക്ഷെ കാശ് കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ബാധ്യതകൾ തീർക്കാനേ അത് തികയത്തില്ല. അവരുടെ മുഴുവൻ കാര്യങ്ങളെയും ജീവനോപാധികളെ തൃപ്തിപ്പെടുത്തേണ്ട ബാധ്യത കൂടിയുണ്ട്. ആ ബാധ്യതയ്ക്ക് ഞങ്ങൾ നിർബന്ധിതരായി. അത്ര മാത്രമേ ഉള്ളൂ. കണ്ടോ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതും ജനങ്ങളോടുള്ള ബാധ്യതയുടെ പുറത്ത് ഞങ്ങൾ നിർബന്ധിതരായി ചെയ്തതാണെന്നാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് അതും. ഞങ്ങളുടെ ആദർശം പോലും അടിയറവ് വെച്ചത് ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അണ്ണൻ. നല്ല ബെസ്റ്റ് ആരാധകനല്ലേ? നിന്നെ പോലൊരു മരക്കഴുതയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തൊലിക്കട്ടി അപാരം തന്നെ. മികച്ച തന്ത്രശാലിക്കുള്ള ദേശീയ പുരസ്കാരം അണ്ണന് തന്നെ തരാൻ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ജനങ്ങൾ മുൻകൈ എടുത്തൊരു അപേക്ഷ കൊടുത്തേക്കാം കേട്ടോ. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല.